പോയടാ മക്കളെ, പോയടാ, എല്ലാം പോയടാ. എന്റെ ഗബ്രി ഔട്ടായി ഗായ്സ്. എന്റെ ജാസ് ബോളിനി ഒറ്റയ്ക്കാണ്. ഗൈസ്. അവൾ ഇനി എങ്ങനെയാത്ത സർവൈവ് ചെയ്യും? ഗബ്രി ഔട്ടായി ഗൈസ്, ഗബ്രി ഔട്ടായി. പോട്ടെ മോളെ, നിനക്കിനി ഞാനുണ്ട്. ഒരു ഗബ്രിയുടെ കുഞ്ഞിക്കാല് കാണണമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ നിങ്ങൾ അതിന് മുമ്പേ ഔട്ടായി കളഞ്ഞു ഗൈസ്. പോട്ടെ, ജനിക്കാതെ പോയ ഗബ്രിയുടെ കുഞ്ഞിന് ഞാൻ ആദരാഞ്ജലികൾ നേരുന്നു. അവിടെ ഇരിക്കട്ടെ. ജാസു മുളറ്റയ്ക്കായി ഗൈസ്. ജാസുവിനെ എങ്ങനെ സഹിക്കും ഗൈസ് ഇത്? പ്രൊമോ നിങ്ങൾ കണ്ടായിരുന്ന? ലാലേട്ടൻ വരുന്നു, ഋഷി, അൻസിബ, ജാസു, ഗബ്രി 4 പേരെ എണീപ്പിച്ച് നിർത്തുന്നു, ടാസ്ക് കൊടുക്കുന്നു. ടാസ്ക് ലെറ്റർ ചുരണ്ടുമ്പോൾ ഋഷിയും അൻസിബയും സേഫാണ്. അത് കഴിഞ്ഞ് ഇവർക്ക് സെപ്പറേറ്റ് ഒരു ടാസ്ക് കൊടുക്കുന്നു, മറ്റേ പാവാട പൊക്കുന്ന, പാവാടയല്ല കർട്ടൻ പൊക്കുന്ന ടാസ്ക്. അതിനകത്ത് എവിക്റ്റഡ് എന്ന് എഴുതി കാണിക്കുന്നു. അതിനകത്ത് ആരെ എവിക്റ്റഡ് എന്ന് കാണിക്കുന്നില്ല, പക്ഷെ ഒഫീഷ്യൽ പേജുകളെല്ലാവരും പറയുന്നു നമ്മുടെ ഗബ്രി ഔട്ടായെന്ന് ഗൈസ്. സീക്രട്ട് റൂമിലൊന്നും അല്ല, അവൻ ഔട്ടായെന്ന് എല്ലാമാണ് എല്ലാ അവന്മാരും പറയുന്നത്. വല്ലാത്ത ചതിയായിപ്പോയി. എത്ര നല്ല കണ്ടൻറ്റ് തന്നുകൊണ്ടിരുന്ന കണ്ടസ്റ്റൻ്റ്. ഇങ്ങനെ നല്ല നല്ല കണ്ടസ്റ്റൻസിനെ ഇങ്ങനെ പറഞ്ഞു വിട്ടാൽ ഇനി എന്തോ ചെയ്യും? ഏഷ്യാനെറ്റിൻ്റെ ചീത്തപ്പേര് മാറ്റാനായിരിക്കും ചിലപ്പോൾ ഔട്ടാക്കിയതുള്ള കാര്യം പറയാമല്ലോ. അല്ലെങ്കിൽ എന്നാലും വേണ്ടായിരുന്നു. ഗബ്രി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, പാവം ഗബ്രി. ഗബ്രിയും ജാസ്മിനും ഉണ്ടായതിൻ്റെ പേരിലാണ് നമ്മുടെ മറ്റേ ചാനൽ കുറച്ച് പച്ച പിടിച്ചത്. എന്നാലും ഈ ചാനൽ ഞാൻ അവരുടെ പേര് കുറച്ച് പച്ച പിടിപ്പിക്കാമെന്ന് വിചാരിച്ചതാണ്. അതിനു മുമ്പേ ഔട്ടാക്കി കളഞ്ഞ തെണ്ടികൾ. ഷോ, ഞാനിതെങ്ങനെ സഹിക്കും ഗൈസ്? ഇന്നെനിക്ക് ഉറക്കം വരൂല. എൻ്റെ ഗബ്രി പോയി, ഗബ്രി മോൻ പോയി. വല്ലാത്ത ചതിയായിപ്പോയി ഏഷ്യാനെറ്റ്, വല്ലാത്ത ചതിയായിപ്പോയി. ഒരു കുഞ്ഞിക്കാര് കാണാനുള്ള ഭാഗ്യം നമുക്ക് ഇല്ലെന്നങ്ങ് കരുതല്ലേ. ഇല്ല, ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും എപ്പിസോഡ് വരട്ടെ. കുറച്ച് പടക്കമായിട്ട് ഞാൻ വരുന്നുണ്ട് കാലമാടം പോയതിൻ്റെ പേരിൽ. ഇനിയെങ്കിലും കുറച്ച് വിത്തൗട്ട് ഗബ്രി കണ്ടൻറ്റ് കാണാമല്ലോ, നല്ല കാര്യം. ഈ വിഷമം, എൻ്റെ വിഷമം നിങ്ങളുടെ അടുത്തൊന്ന് പങ്കുവെക്കാൻ വേണ്ടി ഞാൻ വന്നതാണ് ഗൈസ്. സോ സാഡ്. ഇന്നെനിക്ക് ഒരു തുള്ളി ആഹാരം, ഇന്നെനിക്ക് ഒരു തുള്ളി പച്ചവെള്ളം പോലും എനിക്ക് ഇറങ്ങുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ ജാസുമോടെ കൂടെ ഞാൻ ഇരിപ്പേ, ഉൻകൂടെ വേണ്ട. ഇനി ജാസുമോടെ മൂക്കളെ ഇനി ആരുടെ ദേഹത്ത് വെച്ച് തൂക്കും? മൂക്കളച്ചോറിനി ആർക്ക് കൊടുക്കും? ഉമ്മ വെക്കാനും കെട്ടിപ്പിടിക്കാനും ഇനി ആരുണ്ട്? ആരുമില്ല. വാഴത്തോപ്പ് അനാഥമാവുകയാണ് ഗൈസ്. വാഴത്തോപ്പിൽ ഇനി ആരുടെ കൂടെ ഇരുന്ന് അവൾ കിന്നരിക്കും? രാത്രികളിലെ കുൽസിതം മൊത്തം പോയി. ഇനി ആരവിടെ കണ്ടന്റ് കൊടുക്കും? പറ, നിങ്ങൾ പറ. ഇനി ഒരു കണ്ടന്റും ഇനി കൊടുക്കാൻ ഇനി ആരും അവിടെ ഇല്ല. നമുക്ക് പുതിയൊരു കോംബോ ഇറക്കണം ഗൈസ്. നമുക്ക് പുതിയ ഗബ്രി പോയി, ഇനി ലാലേട്ടൻ ജാസ്മിൻ കോംബോ ഇറക്കാം. ലാൽസ്മിൻ കോംബോ, അത് പൊളിക്കും. ശനിയാഴ്ച ഞായറാഴ്ച ജാസ്മിനും ലാലേട്ടനും കോംബോ ഇറക്കിയാൽ ഇനി സംഭവം രക്ഷപ്പെടുത്തോളൂ. അല്ലെങ്കിൽ ബിഗ് ബോസ് അവതാളത്തിലാവും. അന്നേരം ലാൽസ്മിൻ കോംബോ, നമ്മൾ പുതിയ കോംബോ ഇറക്കിയിരിക്കുകയാണ്, ലാൽസ്മിൻ കോംബോ. അപ്പം ഈ കോംബോ നിങ്ങളെല്ലാവരും കൂടെ വിജയിപ്പിക്കണം കേട്ടോ. ഞാനൊന്നും പറയുന്നില്ല ഗൈസ്. ഇനി ഞാനിവിടെ ഇരുന്നാൽ ഞാൻ കരയുന്നു, നിങ്ങൾ കാണും. ഞാൻ പോവാണ്. ടാറ്റ, ബൈ ബൈ. എപ്പിസോഡ് കഴിഞ്ഞിട്ട് വരാം.